നമസ്കാരം, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. മെഡ്പ്ലസ് ഹെൽത്ത് സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ 4 സബ്സിഡറി കമ്പനികൾക്ക് സസ്പെൻഷൻ ഓർഡർ ലഭിച്ചു. അവർ NSEയിലും BSEയിലും ഫയൽ ചെയ്തിരിക്കുന്ന റിപ്പോർട്ടാണ് സ്ക്രീനിൽ കാണുന്നത്. വി വുഡ് ലൈക്ക് ടു ഇൻഫോം യു ദാറ്റ് ഒപ്റ്റിമൽ ഹെൽത്ത് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ്, എ സബ്സിഡറി ഓഫ് ദ കമ്പനി, ഹാസ് റിസീവ്ഡ് 4 സസ്പെൻഷൻസ് ഓർഡേഴ്സ് for a drug license for stores situated at below mentioned locations. ഇവരുടെ 4 സബ്സിഡിയറികൾക്കാണ് സസ്പെൻഷൻ ഓർഡർ ലഭിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട്. തെലങ്കാനയിലെ അമ്മ ഹോസ്പിറ്റൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്സിഡറിക്ക് സസ്പെൻഷൻ ലഭിച്ചു. ഓർഡർ ലഭിച്ചിരിക്കുന്നത് 17/6/2025 ഏകദേശം അവർക്ക് ആ ഒരു ആക്ടിവിറ്റി കൊണ്ട് വരുന്ന ലോസ് അവർ കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ എഴുതിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ റവന്യൂ ലോസ് ഓഫ് ₹2.93 lakhs. അടുത്തത് ലഭിച്ചിരിക്കുന്നത് സസ്പെൻഷൻ ഓഫ് ഡ്രഗ് ലൈസൻസ് ഫോർ 3 days ഓഫ് എ സ്റ്റോർ സിറ്റുവേറ്റഡ് അറ്റ് ഉദയൻപട്ടി, തൃച്ചി, തമിഴ്നാട്. 17-ാം തീയതി തന്നെയാണ്. ഇതെന്താണ് ഈ പല സ്റ്റേറ്റുകളിലുള്ള സ്റ്റോറുകൾക്ക് ഇങ്ങനെ ഒരേ ദിവസം തന്നെ ഈ ഓർഡർ ലഭിച്ചിരിക്കുന്ന അറിയില്ല. എന്തായാലും തമിഴ്നാട്ടിലുള്ള തൃച്ചിയിലുള്ള ഒരു സബ്സിഡിയറിക്കാണ് ഈ ഒരു ഓർഡർ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. റവന്യൂ ലോസ് വരുന്നത് 1.20 lakhs ആണ്. സസ്പെൻഷൻ ഓഫ് ഡ്രഗ് ലൈസൻസ് ഫോർ 1 day, ഒരു ദിവസം കേട്ടോ, ഓഫ് എ സ്റ്റോർ സിറ്റുവേറ്റഡ് അറ്റ് ശാന്തി നഗർ ബസ് സ്റ്റോപ്പ്, കർണാടക. അപ്പോൾ തെലുങ്കാനയായി, തമിഴ്നാടായി, കർണാടകയായി. പൊട്ടൻഷ്യൽ റവന്യൂ ലോസ് വന്നിരിക്കുന്നത് 0.57 lakhs ആണ്. ഒരു ദിവസമല്ലേ ഉള്ളൂ, അതായിരിക്കും കുറവ്. അടുത്തത് സസ്പെൻഷൻ ഓഫ് ഡ്രഗ് ലൈസൻസ് ഫോർ 3 days ഓഫ് എ സ്റ്റോർ സിറ്റുവേറ്റഡ് അറ്റ് നവാനഗർ, ഹബ്ലി, കർണാടക. അതും കർണാടകയിൽ തന്നെയാണ്. കർണാടകയിലെ 2 സ്റ്റോറുകൾക്കും തമിഴ്നാട്ടിലെ 1 സ്റ്റോറിനും തെലുങ്കാനയിലെ 1 സ്റ്റോറിനുമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഇതിൻ്റെ ഒരു റവന്യൂ ലോസ് വരുന്നത് 1.40 lakhs ആണ്. എന്തായാലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. ഇതൊരു ബൈ ചെയ്യാനോ സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാനോ ഉള്ള ഒരു റെക്കമെൻഡേഷനോ കാര്യങ്ങളോ ഒന്നുമല്ല. പബ്ലിക്കലി അവൈലബിളായ ഈ ന്യൂസ് കണ്ടപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പലരും കമ്പനി ഹോൾഡ് ചെയ്യുന്നുണ്ടാവുമല്ലോ. ഭയങ്കരമായിട്ട് കമ്പനിയുടെ ഇതിനെ ബാധിക്കുമൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ഈ സസ്പെൻഷൻ കിട്ടിയതെന്നോ കാര്യങ്ങളോ നമുക്കറിയില്ല. അതും ഒരു ദിവസം തന്നെ ഈ 3 സ്റ്റേറ്റുകളിൽ ഒരുമിച്ച് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് കയ്യിലുള്ള സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യുക. ഈ ഒരു സർക്കുലർ വന്നതുകൊണ്ട് കമ്പനിയുടെ ഷെയർ പ്രൈസ് താഴെയൊന്നും പോയിട്ടില്ല കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.